എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഈ മൊഡ്യൂൾ 2-ൽ പ്രധാനമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ടോപ്പിക്സുമായിരിക്കും. ഓക്കെ അല്ലേ? സോ ആദ്യമായി ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു പോർഷൻ ആയിരിക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ? സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. എല്ലാവർക്കും ഈ ഒരു PDF കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, യെസ്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? The cost of capital refer to the minimum rate of return a company must earn on its investment project to maintain its market value and attract funds. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഒരു കമ്പനി ഏൺ ചെയ്യേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിൽ അവർക്ക് കിട്ടുന്ന മിനിമം റേറ്റ്, ഈ റേറ്റ് എങ്കിലും കിട്ടിയാൽ മാത്രമേ അവരുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. It represents the opportunity cost of using capital for a specific project instead of investing it elsewhere. മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ഒരു തുക അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്ന ആ ഒരു എമൗണ്ട് എങ്കിലും ഇതിൽ നിന്ന് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ലാഭമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഈക്വൽ എങ്കിലും ആകണം എന്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബി രണ്ട് പ്രോജക്ട്സ് ഉണ്ട്. ബിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10% റിട്ടേൺ കിട്ടിയേനെ, വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ എയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാറ്റിയത്. അപ്പൊ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്ന എമൗണ്ട് 10% വേണ്ട എന്ന് വെച്ചു. അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എ എന്ന ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് വഴി നമ്മൾ വേണ്ട എന്ന് വെച്ച മറ്റ് ഓൾട്ടർനേറ്റീവ് അതിന്റെ കോസ്റ്റ്. അപ്പൊ എയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇതിന് ഈക്വൽ എങ്കിലും ആകണം അറ്റ്ലീസ്റ്റ്, എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ റിട്ടേൺ കിട്ടിയെന്ന് പറയാനായി സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? യെസ്. ഇറ്റ് ഈസ് ഓൾസോ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്റർ തന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ക്രെഡിറ്റർ ഓർ അതർ പ്രൊവൈഡേഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ ആണോ? സോ ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ ഡിസ്കൗണ്ടിങ് റേറ്റ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒരു ഓർഗനൈസേഷന്റെ മുന്നിൽ വരും. അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗപ്പെടുത്താം. ക്ലിയർ ആണോ? പ്രോജക്ട്സ് വിത്ത് റിട്ടേൺ എബവ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ കൺസിഡേർഡ് വയബിൾ. അപ്പൊ മുന്നിൽ വരുന്ന പ്രോജക്ട്സിൽ ഏതൊക്കെ പ്രോജക്ട്സിലാണോ റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായി ലഭിക്കുന്നത് ആ പ്രോജക്ട്സ് ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ തരത്തിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഫണ്ട് വേണം. ആസ് എ കമ്പനി നമുക്ക് ഫണ്ട് വേണം. ഫണ്ട് പല രീതിയിൽ നമുക്ക് സ്വരൂപിക്കാം. നമ്മളുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാം, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത ഫണ്ട് സ്വരൂപിക്കാം, ലോൺ എടുക്കാം, ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ പല പല വഴികളിലൂടെ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാം. ഇതിനെയാണ് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്വരൂപിച്ച പൈസ സ്വരൂപിച്ചതിൽ എത്ര ഇക്വിറ്റിയിൽ നിന്ന് സ്വരൂപിച്ചു, എത്ര ഡെറ്റിൽ നിന്ന് സ്വരൂപിച്ചു, ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ബേസിസിലായിരിക്കും ഏതൊരു സോഴ്സിൽ നിന്ന് ഫണ്ടുകൾ സ്വരൂപിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ടു മിനിമൈസ് ഓവറോൾ കോസ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ എത്ര ഡെറ്റിലൂടെ സ്വരൂപിക്കണം, എത്ര ഇക്വിറ്റിയിലൂടെ സ്വരൂപിക്കണം. ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ബോണ്ട്, ലോണ് ഇതുവഴി എത്ര സ്വരൂപിക്കണം. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒക്കെ ഇഷ്യൂ ചെയ്ത് എത്ര പൈസ സ്വരൂപിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വലിയ പങ്കുണ്ട്. മൂന്നാമതായിട്ട് പെർഫോമൻസ് ഇവാലുവേഷന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആണ്. യൂസ് ടു അസസ്
whether the company is generating enough return compared to the cost of fund. അവരെ ഫണ്ട് സ്വരൂപിക്കാൻ അവർക്ക് ചിലവായ കോസ്റ്റ് അതിനേക്കാളും കൂടുതൽ അവർ റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അല്ലാത്ത പക്ഷം അവരുടെ പെർഫോമൻസിൽ പ്രശ്നമുണ്ട്. ക്ലിയർ ആണ്. അപ്പൊ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഉപയോഗിക്കാം. നാലാമതായിട്ട് ഡിവിഡന്റ് പോളിസി ഡിസിഷൻസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഉപയോഗിക്കാം. ഇൻഫ്ലുവൻസ് ഡിസിഷൻ ടു റീറ്റെയിൻ ഏർണിംഗ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡന്റ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അതോ ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയി മാറ്റി വെക്കണോ? പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഡിവിഡന്റ് ആയി കൊടുക്കണോ അതോ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അല്ലെങ്കിൽ എത്ര റീറ്റെയിൻഡ് ഏർണിംഗ്സ് പോകണം, എത്ര ഡിവിഡന്റ് ആയി കൊടുക്കണം, ഈ വക ഡിസിഷൻസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, നമുക്ക് ഇത്ര കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിനകത്ത് നമ്മൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ ഒരു തീരുമാനം എടുക്കുന്നത്. അടുത്തത് വാല്യുവേഷൻ ഓഫ് ഫേം. ഒരു ഫേമിന്റെ വാല്യുവേഷൻ, അതായത് അതിന്റെ ഷെയറിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നതിൽ എന്തിന് പങ്കുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് പങ്കുണ്ട്. അഫക്ട് ദ വാല്യൂ ഓഫ് ഷെയർ ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ DCF, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് അഫക്ട് വാല്യൂ ഓഫ് ഷെയർ. ഷെയറിന്റെ വാല്യൂവിനെയും ഇത് അഫക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കാൻ പോകുന്നത് കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? ആദ്യമാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഡെറ്റിന്റെ കോസ്റ്റ്. ഡെറ്റിലൂടെയാണ് നമ്മൾ പൈസ സ്വരൂപിക്കുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണ്? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ക്ലിയർ ആണോ? ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ലോണുകളുണ്ട്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു കേസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? ഓക്കെ ആണോ? രണ്ട് സിനാരിയോ ഉണ്ട്. ഒന്ന് ബിഫോർ ടാക്സും, രണ്ടാമത്തത് ആഫ്റ്റർ ടാക്സും. ടാക്സിന് മുന്നേയും ടാക്സിന് ശേഷം. ടാക്സ് ഇല്ല എങ്കിൽ, ടാക്സിന് മുന്നേ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ KD ഓഫ് ഡെറ്റ് എന്തായിരിക്കും? ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ക്ലിയർ ആണോ? ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമുക്ക് ആ ഒരു ഡെറ്റ് പൈസ കടം തന്നത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്, അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയ എമൗണ്ട് ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇത് ചെയ്താൽ ആ ഒരു ഡെറ്റിൽ നിന്ന് കിട്ടിയ പൈസ അതിന്റെ കോസ്റ്റ് കിട്ടും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ക്ലിയർ അല്ലേ? അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആ ഒരു പൈസ കിട്ടാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന കോസ്റ്റ് ആണ്. അയാൾ നമുക്ക് തന്ന പൈസയും അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഇൻറ്റു 100. ക്ലിയർ ആണോ? ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ബിഫോർ ടാക്സ്. ഇനി ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ സെയിം ഫോർമുല, അതായത് ടാക്സിന്റെ പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക, 1 മൈനസ് ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇതിൽ ടി എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. ഓക്കെ അല്ലേ? ടാക്സ് റേറ്റ്. ക്ലിയർ ആണോ? അപ്പൊ ടാക്സ് കുറച്ചുള്ള ബാക്കി ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു ആഫ്റ്റർ ടാക്സ് വരുന്നു. ഓക്കെ ആണോ? അതാണ് 1 മൈനസ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് കുറച്ച് ബാക്കി. ക്ലിയർ അല്ലേ? സോ അതും കൂടെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. ഓക്കെ ആണോ? ഡെറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഡ്യൂ ടു ടാക്സ് ഷീൽഡ്. ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ട് ഡെറ്റ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഈസ് ഒബ്ലിഗേറ്ററി വെദർ ഓർ നോട്ട് ദ കമ്പനി ഏൺ പ്രോഫിറ്റ്. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലേലും ഇൻട്രസ്റ്റ് കടമെടുത്ത പൈസയുടെ മേൽ കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് എന്ത്? ഡെറ്റ് എന്ന് പറയുന്നത്. ഡെറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ട് ഡെറ്റ് ഫിനാൻസിങ് ചീപ്പസ്റ്റ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മാൻഡേറ്ററി ആണ്, ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ, അതിൽ യാതൊരുവിധ ഇളവുകളും ഇല്ല. ഇൻട്രസ്റ്റ് അതിന്റെ രണ്ട് ഫോർമുല ഉണ്ട്, കണക്ഷൻ ജസ്റ്റ് ഫോർമുല ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്തിന്റെ കോമ്പണന്റ് ആണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കോമ്പണന്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. കാരണം ഡെറ്റിലൂടെ നമുക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പൈസ സ്വരൂപിക്കാൻ സാധിക്കും. സോ അത് സ്വരൂപിക്കാനുള്ള കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ നമുക്കറിയാം, പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിനെ KP എന്ന് വിളിക്കാം. അതിന്റെ ഫോർമുല രണ്ട് സിനാരിയോയിലുണ്ട്. ഒന്ന് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ, രണ്ടാമത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ. ഇർറിഡീമബിൾ എന്ന് പറഞ്ഞാൽ
കമ്പനിയുടെ ലൈഫ് ടൈമിൽ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ കൊടുത്താൽ മതി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. റിഡീമബിൾ എന്ന് പറയുമ്പോൾ റിഡംഷൻ നടത്തിയേ പറ്റത്തുള്ളൂ, കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെ പൈസ തിരിച്ചു കൊടുക്കണം അലോങ് വിത്ത് ഡിവിഡൻഡ് ആൻഡ് എവറിത്തിങ്. ക്ലിയർ അല്ലേ? അതാണ് ഇറിഡീമബിൾ ആൻഡ് റിഡീമബിൾ. ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻടു 100. ഡിവിഡൻഡ് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടേണ്ടത്, നെറ്റ് പ്രൊസീഡ്സ് അയാളിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ എന്ന രീതിയിൽ കമ്പനിക്ക് കിട്ടിയ പൈസ ഇൻടു 100. ക്ലിയർ ആണോ? ഇറിഡീമബിൾ ആണെങ്കിൽ ഡി പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. അതിനകത്ത് ഡി എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻഡ് ആണ്. ഡി ആനുവൽ ഡിവിഡൻഡ്, ഒരു വർഷം കിട്ടേണ്ടത് ഡിവിഡൻഡ്. ആർ വി എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ, എത്രയാണ് റിഡീമബിൾ വാല്യൂ ആർ വി. ആർ എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്, എത്രയാണ് ശരിക്കും അയാൾ കൊടുത്തത് നെറ്റ് പ്രൊസീഡ്സ്. എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ടിൽ റിഡംഷൻ, റിഡംഷന് വേണ്ടിയുള്ള ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? ഇവിടെ ടാക്സ് ഷീൽഡ് ഇല്ല, ആസ് ഡിവിഡൻഡ് ആർ പെയ്ഡ് ഫ്രം ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്. ടാക്സും പേ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് പേ ചെയ്യുന്നത്? ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ എന്തില്ല? ടാക്സ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എവിടെ ടാക്സ് ഷീൽഡ് ഉണ്ട്? ഡെറ്റിന്റെ കേസിൽ ടാക്സ് ഷീൽഡ് ഉണ്ട്. ടാക്സ് പേ ചെയ്തതിന് മുന്നേയും എന്ത് ചെയ്യാം? നമുക്ക് അത് പേ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ രണ്ട് സിറ്റുവേഷൻ വന്നത്, ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ടാണ് അതൊരു ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത്തതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പൊ ഡെറ്റ് കഴിഞ്ഞു, ഡെറ്റിന്റെ കോസ്റ്റിനെ പറ്റി പഠിച്ചു. അതിനുശേഷം പ്രിഫറൻസ് ഷെയറിന്റെ കോസ്റ്റിനെ പറ്റി പഠിച്ചു. ഇനി ഇക്വിറ്റി ഷെയറിന്റെ കോസ്റ്റ്. ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആകുന്നു, എന്തിന്റെ? കമ്പനിയുടെ ഓണേഴ്സ് ആകുന്നു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ദ റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡർ. നിങ്ങൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആയിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പൈസ കിട്ടുന്നതിന് വേണ്ടി ഷെയർ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, അതിന്റെ മേൽ കമ്പനി കൊടുക്കേണ്ടി വരുന്ന പൈസ. ക്ലിയർ ആണോ? ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ടി വരുന്നത്, അതാണ് കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടത്, നിങ്ങൾ ഷെയർ ഹോൾഡർ ആണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിനകത്തൊരു മോഡൽ ഉണ്ട്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഉണ്ട്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടെത്തുന്നത് KE is equal to D1 by PO plus G എന്ന ഫോർമുല ഉപയോഗിച്ചാണ്. D1 എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് എത്രയും. ക്ലിയർ ആണോ? PO എന്ന് പറയുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ്, ആ ഒരു പെർട്ടിക്കുലർ ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്ര, പ്ലസ് ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ്, ഡിവിഡൻഡിൽ ഉണ്ടായ ഗ്രോത്ത് റേറ്റ്. ഇത്രയും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ. ഇനി ഏർണിംഗ് ഈൽഡ് മോഡൽ എന്ന മറ്റൊരു മോഡൽ ആണെങ്കിൽ E ഡിവൈഡഡ് ബൈ P എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? E ഡിവൈഡഡ് ബൈ P. E ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞാൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ പ്രൊസീഡ്സ്. ക്ലിയർ ആണോ? എത്രയാണ് കൊടുത്തത്, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഏർണിംഗ്സ്. ക്ലിയർ ആണോ? അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി CAMD ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ആണ്. K is equal to RF പ്ലസ് ബീറ്റ ഓഫ് RM മൈനസ് RF. ബീറ്റ കോഎഫിഷ്യന്റ് ആണ്, മെഷർ ഓഫ് റിസ്ക് ആണ്, എത്ര റിസ്ക് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന കോഎഫിഷ്യന്റ് ആണ് ബീറ്റ കോഎഫിഷ്യന്റ്. RM എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് മാർക്കറ്റ് റിട്ടേൺ ആണ്. RF എന്ന് പറയുമ്പോൾ റിസ്ക് മൈനസ് ഫ്രീ റേറ്റ്, റിസ്ക് മൈനസ് ഫ്രീ റേറ്റ്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാൻ സാധ്യത ഇല്ല. ഓക്കെ അല്ലേ? വരുവാണെങ്കിൽ തന്നെ എല്ലാ ഫിഗേഴ്സും പ്രോപ്പർ ആയിട്ട് തന്നിരിക്കും, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ ആണോ? യെസ്. ഓക്കെ, അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഡിവിഡൻഡ് ആയി കൊടുക്കാതെ, ചെലവാക്കാതെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. അതിനെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ കോസ്റ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയി വരും, കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുകയല്ലോ റീറ്റെയിൻഡ് ഏർണിംഗ്സിലൂടെ. ക്ലിയർ ആണോ? അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നടത്തുന്നത്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്? KE ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു 1 മൈനസ് C. T എന്ന് പറയുന്ന ടാക്സ് റേറ്റ്. ക്ലിയർ ആണോ? C എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓർ ബ്രോക്കറേജ്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓർ ബ്രോക്കറേജ്, അതാണ് C എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കോസ്റ്റ് ഓഫ് ബ്രോക്കറേജ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ.
സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് കിട്ടും. Alternatively, many consider KR is equal to KE since retained earnings belong to equity shareholder. KR എന്ന് പറയുന്ന KE തന്നെയാണെന്ന് കൺസിഡറേഷനും കൂടെ ഉണ്ട്. അതായത് ചില സിറ്റുവേഷൻസിൽ 1 മൈനസ് ടി ആൻഡ് 1 മൈനസ് സി ഇല്ലാതെ KR is equal to KE. KE നമുക്ക് കണ്ടുപിടിക്കാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. KE തന്നെയാണ് KR എന്ന രീതിയിലും കണക്കാക്കാറുണ്ട് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഓക്കെ ആണോ? കാരണം ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കിട്ടേണ്ട പൈസയാണ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. സോ ഇക്വിറ്റിയുടെ കോസ്റ്റ് തന്നെയാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന ഒരു വ്യൂ പോയിന്റും കൂടെ ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ അടുത്തതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. WACC is the average cost of all source of capital weighted by the proportion in the capital structure. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ അവരുടെ പ്രപ്പോർഷൻ അനുസരിച്ച് ചില ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചതായിരിക്കും കൂടുതൽ, ഷെയർ ഇഷ്യൂ ചെയ്ത ഫണ്ട് സ്വരൂപിച്ചായിരിക്കും കൂടുതലായിട്ടുള്ളത്. ഡെറ്റ്, കടത്തിലൂടെ ഫണ്ട് സ്വരൂപിച്ചത് കുറവായിരിക്കും. ചിലയിടത്ത് കടത്തിലൂടെ ഫണ്ട് സ്വരൂപിക്കുന്നതായിരിക്കും കൂടുതൽ, ഇക്വിറ്റിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചത് കുറവായിരിക്കും. സോ അതിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് വെയിറ്റ് ഇടും. ഏറ്റവും കൂടുതൽ പ്രപ്പോർഷൻ കൂടുതൽ വെയിറ്റ് കൊടുക്കും. അങ്ങനെ കൂടുതൽ വെയിറ്റ് കൊടുത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? അപ്പൊ അവിടെ എന്ത് വരും? KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതിനൊരു വെയിറ്റ് കൊടുക്കും. അതിന്റെ പ്രപ്പോർഷൻ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ അതിന്റെ പ്രപ്പോർഷനത്തിന് അതിനനുസരിച്ച് വെയിറ്റ് കൊടുക്കും. പ്ലസ് KD എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. ക്ലിയർ ആണോ? അതിനും പ്രോപ്പർ വെയിറ്റ് കൊടുക്കും. ഇൻടു 1 മൈനസ് TB ആഫ്റ്റർ ടാക്സ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്, 1 മൈനസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്. ക്ലിയർ ആണോ? അതിന് ഒരു വെയിറ്റ് കൊടുത്തു, WD. ക്ലിയർ അല്ലേ? KP എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയറുകളുടെ കോസ്റ്റ് ആണ്. അതിന് ഒരു വെയിറ്റ് കൊടുത്തു, വെയിറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്ലസ് KR എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അതിന് ഒരു വെയിറ്റ് കൊടുത്തു, WR. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇതിന്റെയൊക്കെ പ്രപ്പോർഷൻ ഏതാണോ അതിനനുസരിച്ച് വെയിറ്റ് കൊടുക്കും, പ്രപ്പോർഷനേറ്റ് വെയിറ്റ് കൊടുക്കും. 1, 2, 3 ആ രീതിയിൽ പ്രപ്പോർഷനേറ്റ് വെയിറ്റ് കൊടുക്കും. എന്നിട്ട് കണ്ടുപിടിക്കുന്ന വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിനകത്ത് WE, WD, WP, WR എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ഇക്വിറ്റി, വെയിറ്റ് ഓഫ് ഡെറ്റ്, വെയിറ്റ് ഓഫ് പ്രിഫറൻസ് share capital, weight of retained earnings, proportion of equity, debt, preference and retained earnings in the capital structure. Clearly? Yes. Weight can be book value weight. Book value weight ആകാം based on balance sheet figures. അതിന്റെ ബേസിസിലാകാം വെയിറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആകാം based on കറന്റ് മാർക്കറ്റ് പ്രൈസ്. അവയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ ബേസിസിൽ വെയിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ മാർജിനൽ വെയിറ്റ് ആകാം, ഇൻക്രിമെന്റൽ ഫിനാൻസിങ് മാർജിനൽ വെയിറ്റ് ആകാം, എത്ര കൂടുന്നു അതിന്റെ ബേസിസിലും വെയിറ്റ് കൊടുക്കാം. 3 രീതി വെയിറ്റ് കൊടുക്കാം: ബുക്ക് വാല്യൂവിന്റെ ബേസിസിൽ, മാർക്കറ്റ് വാല്യൂവിന്റെ ബേസിസിൽ, മാർജിനൽ വെയിറ്റിന്റെ ബേസിസിൽ. MCQ ആയതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ വെയിറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ കണക്കും കാര്യങ്ങളും ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. 10 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജും വരുന്നത്. ഓക്കെ ആണോ? സോ ആ രീതിയിൽ വേണം നോക്കാൻ. MCQ ഓറിയന്റഡ് ആയിട്ടാണ് നോട്ട്സും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആകുന്നത്? യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓഫ് NPV, IRR ആൻഡ് EVA അനാലിസിസ്. ഇത്തരത്തിലുള്ള അനാലിസിസുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അതുപോലെ ലോവർ WACC മീൻസ് ഹയർ വാല്യുവേഷൻ ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവർ ആണെങ്കിൽ ഹയർ വാല്യുവേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കമ്പനിക്ക് ഉണ്ട് എന്ന രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഓക്കെ ആണോ? സോ അതാണ് WACCയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, MCC, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ കോസ്റ്റ് ഓഫ് റേസിംഗ് ആൻ അഡീഷണൽ റുപ്പി ഓഫ് ക്യാപിറ്റൽ. 1 രൂപ എക്സ്ട്രാ ക്യാപിറ്റൽ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്ര കോസ്റ്റ്, ചെലവ് ഉണ്ടാകും. ക്ലിയർ ആണോ? നമ്മൾ എത്ര ചെലവാക്കിയാലാണ് 1 രൂപ എക്സ്ട്രാ നമുക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാൻ പറ്റും. 1 രൂപ എക്സ്ട്രാ, അതിനെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഇറ്റ് റിഫ്ലക്ട് ദ കോസ്റ്റ് ഓഫ് ന്യൂ ഫിനാൻസിങ്. പുതിയതായിട്ട് നമുക്ക് ഫണ്ട് വേണമെങ്കിൽ നമ്മൾ എത്ര അഡീഷണൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് MCC കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 1 രൂപ എക്സ്ട്രാ നമുക്ക് ക്യാപിറ്റൽ എന്ന രീതിയിൽ സ്വരൂപിക്കണമെങ്കിൽ നമ്മൾ എത്ര കോസ്റ്റ് ഇൻക്വയർ ചെയ്യണം, അതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇമ്പോർട്ടന്റ് പ്ലാനിങ് ഫ്യൂച്ചർ ക്യാപിറ്റൽ പ്രൊജക്ട്. അടുത്തതായിട്ട് വീണ്ടും ഫ്യൂച്ചറിലേക്ക് ക്യാപിറ്റൽ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്യുമ്പോൾ MCC നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം എക്സ്ട്രാ എത്ര ചെലവാകും അഡീഷണൽ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ എന്ന് അറിയുന്നതിന് വേണ്ടി. ജനറലി ഹയർ ദാൻ WACC ഇഫ് മോർ എക്സ്പെൻസീവ് ഫണ്ട്സ് ആർ റേസ്ഡ്. സാധാരണഗതിയിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും
കൂടുതലായിരിക്കും. ഇഫ് മോർ എക്സ്പെൻസീവ് ഫണ്ട്സ് ആർ റേസ്ഡ്. കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ റേസ് ചെയ്യുന്നെങ്കിൽ ഒരു എക്സ്ട്രാ രൂപ റേസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി മോർ ദാൻ WACC ഇഫ് മോർ എക്സ്പെൻസീവ് ഫണ്ട്സ് ആർ റേസ്ഡ്. ക്ലിയർ അല്ലേ? സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അടുത്തത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഫാക്ടേഴ്സ്? റിസ്ക് ഓഫ് ബിസിനസിന്റെ റിസ്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യും. ബിസിനസ്സിൽ റിസ്ക് കൂടുതലാണെങ്കിൽ ആൾക്കാർ പൈസ കൊടുക്കാൻ കുറച്ചുകൂടെ മടിക്കും, അല്ലെങ്കിൽ കൂടുതൽ പൈസ അവർക്ക് റിട്ടേൺ ആയിട്ട് ഓഫർ ചെയ്താലേ അവർ പൈസ തരത്തുള്ളൂ. സോ ഹയർ കോസ്റ്റ് ആയിരിക്കും. എന്റെ ബിസിനസ്സിൽ റിസ്ക് കൂടുതലാണെങ്കിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ മടിക്കും. ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. സോ മോർ റിസ്ക്, ഹയർ കോസ്റ്റ്. ക്ലിയർ ആണോ? ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്? എന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ആണ് കൂടുതലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവർ ആയിരിക്കും ഡ്യൂ ടു ടാക്സ് ബെനിഫിറ്റ്, ബട്ട് റിസ്ക് ഇൻക്രീസസ്. ക്ലിയർ ആണോ? ഡെറ്റ് ആണ് കൂടുതലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കാരണം എനിക്ക് എന്ത് പറ്റും? എനിക്ക് എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാം. കാരണം ടാക്സ് ബെനിഫിറ്റ് കാരണം അത്രയും കൂടെ പൈസ കുറയും, അങ്ങനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ പറ്റും. പക്ഷെ റിസ്ക് കൂടും, കാരണം ഡെറ്റ് ആണ് കൂടുതൽ. അതിന് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ക്ലിയർ ആണോ? ഓണേഴ്സ് ഇക്വിറ്റി ആണെങ്കിൽ അതിൽ ഡിഫോൾട്ട് വന്നാലും കുഴപ്പമില്ല. ഡിവിഡൻഡ് ഒന്നും എപ്പോഴും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പ്രോഫിറ്റ് ഉണ്ടേ തന്നെ നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുത്തില്ലേലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? പക്ഷെ ഡെറ്റ് അങ്ങനെയല്ല, ഇൻട്രസ്റ്റ് പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തണം. സോ റിസ്ക് അവിടെ കൂടുതലാണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെറ്റ് ആണ് കൂടുതലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടാക്സ് ബെനിഫിറ്റ് കാരണം കുറവായിരിക്കും. ക്ലിയർ ആണ്? ടാക്സ് ഷീൽഡ് ഉള്ളതുകൊണ്ട് കുറവായിരിക്കും, പക്ഷെ റിസ്ക് കൂടുതലായിരിക്കും. ഇനി മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്, ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്ററുടെ സെന്റിമെന്റ് അനുസരിച്ചും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാ. ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് അനുകൂലമായ ഒരു സെന്റിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ലതാണെന്നാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ധാരണയെങ്കിൽ അവർ കുറച്ചുകൂടെ നമ്മളുടെ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞ കോസ്റ്റിൽ അവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റും സ്വാധീനിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് കൂടുതലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടുന്ന സിറ്റുവേഷൻ വരും. ഇനി കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് കമ്പനിക്ക് എത്ര എഫിഷ്യന്റ് ആയിട്ട് അവരുടെ കടങ്ങൾ തിരിച്ചു വീട്ടാൻ കഴിവുണ്ട്, അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രത്തോളം ഉണ്ട്. അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുതലാണെങ്കിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടും. ക്ലിയർ ആണോ? അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ ലോവർ റേറ്റിൽ നമുക്ക് ഫണ്ട് അക്വയർ ചെയ്യാൻ പറ്റും. ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഹയർ കോസ്റ്റ് ആയിരിക്കും. അതുപോലെ ഡിവിഡൻഡ് പോളിസി, നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ റെഡ്യൂസസ് ഇക്വിറ്റി കോസ്റ്റ് കുറയും. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് നമുക്ക് പൈസ സ്വരൂപിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ആണെങ്കിൽ. ഇനി ഇൻഫ്ലേഷൻ, ഹയർ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഹയർ എക്സ്പെക്ടഡ് റിട്ടേൺ ആണ്. സോ ഹയർ കോസ്റ്റ് ആയിരിക്കും. ഹയർ ഇൻഫ്ലേഷൻ ആണെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഹയർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഹയർ കോസ്റ്റ് ആയിരിക്കും. ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹയർ ആയിരിക്കും. സോ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഇനി ടാക്സ് റേറ്റ് എന്തിനെ എഫക്ട് ചെയ്യും? അഫക്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഡെറ്റിനെ എഫക്ട് ചെയ്യും എന്ത്? ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? ദർ ഇസ് ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റ് വിച്ച് WACC is മിനിമം. ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ എത്ര ശതമാനമാണ് ഡെറ്റ് വഴി ഫിനാൻസ് ചെയ്തിരിക്കുന്നത്, എത്ര ശതമാനമാണ് ഇക്വിറ്റി വഴി ഫിനാൻസ് ചെയ്തിരിക്കുന്നത്, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? WCC അതിന്റെ ഏറ്റവും മിനിമത്തിൽ എത്തുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതോ അതാണ് ഒരു ഓർഗനൈസേഷന്റെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കുന്നത് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചറിലാണോ അതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ ആണോ? അപ്പൊ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കുമ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റൈൻ ചെയ്യും. ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫേമിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ?
ബിയോണ്ട് ദാറ്റ് പോയിന്റ്, ഈ പോയിന്റിനപ്പുറം ആഡിങ് മോർ ഡെറ്റ് ഇൻക്രീസസ് ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഓവറോൾ കോസ്റ്റ്. ഈ ഒരു പോയിന്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് ശേഷം കൂടുതൽ ഡെറ്റിലൂടെ ഫിനാൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടും. ക്ലിയർ ആണോ? ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഒരു ഇല്ലിസ്ട്രേഷൻ ആണ്, ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഇക്വിറ്റി, ഡെറ്റ്, പ്രിഫറൻസ് ഷെയർ, ഈ മൂന്നെണ്ണമാണ് ഈ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗം. കമ്പനി കുറച്ച് ഫണ്ട് ഇക്വിറ്റിയിലൂടെ സ്വരൂപിക്കും, അതായത് 5 ലക്ഷം രൂപ, കുറച്ച് ഫണ്ട് ഡെറ്റിലൂടെ സ്വരൂപിക്കും 3 ലക്ഷം രൂപ, കുറച്ച് ഫണ്ട് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് സ്വരൂപിച്ചു 2 ലക്ഷം രൂപ. ക്ലിയർ ആണോ? ഇക്വിറ്റിയുടെ മേൽ 15% കോസ്റ്റ് ഇൻക്വയർ ആകുന്നത്, ഡെറ്റിന് 10%, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് 10%, പ്രിഫറൻസ് ഷെയറിന് 12% കമ്പനി ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. കമ്പനി ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഡെറ്റ് കൊടുത്ത ക്രെഡിറ്ററിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന തുക 15%, 10%, 12% റിട്ടേൺ കിട്ടും. ക്ലിയർ ആണോ? അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഇടണം? വെയിറ്റ് ഇടണം. ക്ലിയർ ആണോ? വെയിറ്റ് ഇട്ടു. എന്തിന്റെ ബേസിസിലാണ് വെയിറ്റ് ഇട്ടത്? നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്ര ശതമാനം ഓരോന്നും ഹോൾഡ് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ വെയിറ്റ് ഇട്ടു. ഒന്നാമത് ഇക്വിറ്റി, ടോട്ടൽ ക്യാപിറ്റൽ 5, 6, 7, 8, 9, 10, 10 ലക്ഷം. 10 ലക്ഷത്തിൽ 5 ലക്ഷം ഇക്വിറ്റി വഴി നമ്മൾ സ്വരൂപിച്ചതാ. സോ 10 ലക്ഷത്തിൽ 5 ലക്ഷം 0.5 ആണ് ഇക്വിറ്റിയുടെ വെയിറ്റ് ഇൻറ്റു 15% റിട്ടേൺ. ക്ലിയർ ആണോ? ഇക്വിറ്റിയുടെ റിട്ടേൺ. ക്ലിയർ അല്ലേ? യെസ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE 15%. സോ 15 പ്ലസ് ഡെറ്റിന്റെ എത്ര? 10 ലക്ഷത്തിൽ 3 ലക്ഷം. സോ 0.3 ഇൻറ്റു KD എത്രയാ? 10 ആഫ്റ്റർ ടാക്സ്. പ്രോപ്പർ ആയി പറയുന്നു ആഫ്റ്റർ ടാക്സ്. സോ 1 മൈനസ് ടി കൂടെ കഴിഞ്ഞിട്ടുള്ളതാ 10. സോ ഇൻറ്റു 10 പ്ലസ് പ്രിഫറൻസ് ഷെയർ ആണ് KP എന്ന് പറയുന്നത് എത്ര? 12%, 12. സോ KPയുടെ വെയിറ്റ് എത്രയാ? WP എത്രയാണ്? 2 lakh ഡിവൈഡഡ് ബൈ 10 lakh. ക്ലിയർ ആണോ? 0.2. നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12.9% എന്ന് കിട്ടും. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കമ്പനിയുടെ ഇക്വിറ്റിയിലും ഡെറ്റിലും പ്രിഫറൻസ് ഷെയറിലൂടെ ഫിനാൻസ് ചെയ്യുന്ന ഈ കമ്പനിയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 12.9% വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, ചോദിക്കാൻ സാധ്യതയില്ല, കുറച്ചധികം സമയം പോകും MCQ ആയതുകൊണ്ട് തന്നെ. ഇൻ കേസ് ചോദിച്ചാലും അത് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ ആണോ? സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ കോർ കോൺസെപ്റ്റ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതെന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? മേജർ ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസിനെയും, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തൊട്ട് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി മേക്കിംഗ് വരെയുള്ള എല്ലാ ഡിസിഷൻസിനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഫക്ട് ചെയ്യും. എ കമ്പനി മസ്റ്റ് കെയർഫുള്ളി മാനേജ് ആൻഡ് ഒപ്റ്റിമൈസ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് capital cost to ensure sustainable growth, shareholder wealth, maximization and competitive strength. ഒരു ഓർഗനൈസേഷന് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് അവർക്ക് കൂട്ടാൻ സാധിക്കണം. ഷെയർ ഹോൾഡറുടെ വെൽത്ത് കൂട്ടണമെങ്കിൽ അവരുടെ മാർക്കറ്റിലെ ഷെയർ വാല്യൂ കൂട്ടണമെങ്കിൽ, ക്ലിയർ ആണോ? കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഉണ്ടാക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യണം? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അവരവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കണം. ഓക്കെ ആണോ? സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു. ക്ലിയർ അല്ലേ? അത് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കത്തില്ല, ബട്ട് എന്തായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഓർത്തിരിക്കേണ്ടത്? ഇക്വേഷൻസും കാര്യങ്ങളും ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻസിൽ ഇടേണ്ട കാര്യങ്ങൾ പ്രോപ്പറായി തന്നിരിക്കും, എടുത്തിട്ടാൽ മാത്രം മതിയാവും. ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടുപിടിക്കാൻ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് കണ്ടുപിടിക്കാൻ, കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാൻ, ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ടാക്സ് ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുക. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും എപ്പോഴും ഉയർന്നിരിക്കും. നിങ്ങൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആണ് അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ, സോഴ്സിൽ നിന്നാണ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ. ക്ലിയർ ആണോ? പിന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തമ്മിലുള്ള ബന്ധം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമം ആയിരിക്കുന്ന പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും മിനിമം ആയിരിക്കുന്ന പൊസിഷൻ ആയിരിക്കും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ
ആ ഒരു കമ്പനിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഈ പോയിന്റ്സ് എല്ലാം വ്യക്തമായി ഓർത്തിരിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ ആൻസർ ഉൾപ്പെടെയുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ലോവസ്റ്റ് ബിക്കോസ്, കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്തുകൊണ്ടാണ് ഏറ്റവും ലോ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാ? ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ, ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ്. കാരണം എന്താ? ടാക്സ് ഷീൽഡ് ഉണ്ട്. ടാക്സ് ഷീൽഡ് എന്തുകൊണ്ടാണ് വരുന്നത്? അതായത് ഡെറ്റിലൂടെയാണ് നിങ്ങൾ ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് എന്താ? നിങ്ങൾക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസാ, ഡിഡക്റ്റബിൾ എക്സ്പെൻസാ. സോ നിങ്ങൾക്ക് അത്രയും കൂടെ കുറച്ച് പൈസ ടാക്സ് പേ ചെയ്താൽ മതി. സോ ചീപ്പസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഡ്യൂ ടു ടാക്സ് ഷീൽഡ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. സി ഈസ് ദ ആൻസർ. Which of the following is excluded while computing WCC? WACC കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡെറ്റ് ഇൻക്ലൂഡ് ചെയ്യും, ഡെറ്റ് ഉണ്ട്, KD ഇൻക്ലൂഡ് ചെയ്യും, ഇക്വിറ്റി KE ഇൻക്ലൂഡ് ചെയ്യും, റീറ്റെയിൻഡ് ഏർണിംഗ്സ് KR ഇൻക്ലൂഡ് ചെയ്യും, റീറ്റെയിൻഡ് ഏർണിംഗ്സ് KR ഇൻക്ലൂഡ് ചെയ്യും. കറന്റ് ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുമോ? കറന്റ് ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓൺലി ലോങ് ടേം സോഴ്സസ് ആർ ഇൻക്ലൂഡ് ഇൻ WACC. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. കറന്റ് ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ലോങ് ടേം ലൈബിലിറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്യും, അത് ഡെറ്റ് എന്ന് ഇതിനകത്തേക്ക് വരികയും ചെയ്യും. ക്ലിയർ ആണോ? കറന്റ് ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യത്തില്ല, ലോങ് ടേം ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യും. സോ ആൻസർ ഈസ് D. ക്ലിയർ അല്ലേ? മൂന്നാമത്തത്, അക്കോർഡിംഗ് ടു CAPM വിച്ച് ഫാക്ടർ ഈസ് നോട്ട് റിലവന്റ്? ഏത് ഫാക്ടറാ റിലവന്റ് അല്ലാത്തത്? റിസ്ക് ഫ്രീ റേറ്റ്, ഡിവിഡന്റ് പേ ഔട്ട്, ബീറ്റ, മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ബി ആണ് ആൻസർ. ഡിവിഡന്റ് പേ ഔട്ട് ആണ് എന്ത്? റിലവന്റ് അല്ലാത്തത്. DDM യൂസസ് ഡിവിഡന്റ്, നോട്ട് CAMP. DDM എന്ന് പറയുന്ന ഒന്നാമത്തെ ആ ഒരു മെത്തേഡിലാണ് ഡിവിഡന്റ് പേ, എത്ര ഡിവിഡന്റ് കൊടുത്തു നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിസ്ക് ഫ്രീ റേറ്റ് ഇക്വേഷന്റെ ഭാഗമാവുന്നുണ്ട്, CAPMന്റെ ഇക്വേഷന്റെ ഭാഗമാവുന്നുണ്ട്, ബീറ്റ ഇക്വേഷന്റെ ഭാഗമാവുന്നുണ്ട്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം ഇക്വേഷന്റെ ഭാഗമാവുന്നുണ്ട്. ഡിവിഡന്റ് മാത്രമാണ്, ഡിവിഡന്റ് പേ ഔട്ട് ആണ് അതിന്റെ ഭാഗമാകുന്നത്. സോ ഇക്വേഷൻ പഠിക്കുക, ഏതാണ് വരാത്തത്, ഏത് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. WACC ഈസ് മിനിമം വെൻ? WACC എപ്പോഴാണ് മിനിമം ആകുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമത്തിൽ എത്തുമ്പോഴാണ് WACC മിനിമം. നമ്മൾ പഠിച്ചു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ WACC will be at its minimum point. അപ്പോഴാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? യെസ്. ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും കറക്റ്റ് അല്ല. K is equal to KD, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി is equal to കോസ്റ്റ് ഓഫ് ഡെറ്റ്. നോ, അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല, നമ്മൾ പഠിച്ചിട്ടില്ല അത്. പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി സൈറ്റ്, നോ, അതുമല്ല. കമ്പനി യൂസസ് 100% ഡെറ്റ്, അതുമല്ല. എന്താണ് ആൻസർ? ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഒപ്റ്റിമം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദാറ്റ് പോർഷൻ, അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചത്. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ പിന്നെ നടത്തുന്നതായിരിക്കും. ഓക്കെ ആണോ? സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഇപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ വ്യൂ പോയിന്റിൽ പറയുമ്പോൾ കമ്പനിക്ക് ഒരു പൈസ അല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിക്കാൻ ചെലവാകുന്ന കോസ്റ്റ്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടേണ്ടുന്നത്. ക്ലിയർ ആണോ? ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE, ക്ലിയർ ആണോ? അത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് KD, ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് KR. ഓക്കെ അല്ലേ? യെസ്. ഇതുപോലുള്ള സംഭവങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ KP, ഇതൊക്കെയാണ് അതിന്റെ കോമ്പണൻസ്. അതിന്റെ ഫോർമുലാസും നോക്കുക. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒപ്റ്റിമം ലെവൽ, ഈ വക കാര്യങ്ങളും ജസ്റ്റ് നോക്കുക. ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് നോക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ക്ലിയർ ആണോ? A financing decision is concerned with the way in which a business raises capital. ഒരു ബിസിനസ് എങ്ങനെയാണ് അവർക്ക് വേണ്ടുന്ന പൈസ സ്വരൂപിക്കുന്നത്? ക്ലിയർ ആണോ? യെസ്. അവരുടെ ഓപ്പറേഷൻസിനെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാകാം, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാം, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രവർത്തികൾക്ക് വേണ്ടിയാം. ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യാനാ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയാകാം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൗ ഷുഡ് എ ഫേം ഫിനാൻസസ് അസറ്റ്? ത്രൂ ഡെറ്റ്, ഇക്വിറ്റി ഓർ എ കോമ്പിനേഷൻ? മുഴുവനും കടമായിട്ട് എടുക്കണോ? മുഴുവനും ഓണർഷിപ്പ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്ത് പൈസ സ്വരൂപിക്കണോ? അല്ലെങ്കിൽ ഇതിന് രണ്ടിനെയും കൊണ്ട് ഒരു കോമ്പിനേഷനിൽ അവർ പൈസ സ്വരൂപിക്കണോ? ഇതാണ്
ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിനെയാ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫർ ടു ദ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി എ കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു കമ്പനി അവരുടെ ഓപ്പറേഷൻസ് ഫിനാൻസ് ചെയ്യാൻ എത്ര ഡെറ്റിലൂടെ പണം സ്വരൂപിക്കുന്നു, എത്ര ഇക്വിറ്റിയിലൂടെ പണം സ്വരൂപിക്കുന്നു. ക്ലിയർ ആണോ? മറ്റുള്ളവരിൽ നിന്ന് കടമായി എത്ര പൈസ സ്വരൂപിക്കുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ, ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട്, ലോണുകൾ എടുത്തുകൊണ്ട്, അതുപോലെ ഇക്വിറ്റിയിലൂടെ എത്ര അവർ സ്വരൂപിക്കുന്നു, ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് എത്ര സ്വരൂപിക്കുന്നു. ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതിലെ മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെറ്റ് ഡിവൈഡഡ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി. ക്ലിയർ ആണോ? ഡെറ്റ് ഡിവൈഡഡ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കണ്ടെത്താം, ഡെറ്റ് സെക്യൂരിറ്റീസിലൂടെ അല്ലെങ്കിൽ ഡെറ്റിലൂടെ ഫണ്ട് കണ്ടെത്താം, അത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം, അല്ലെങ്കിൽ ലോണിലൂടെ മറ്റുള്ള ഏതെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഫണ്ട് കണ്ടെത്താം, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിലൂടെ സ്വന്തം പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയി കൊടുക്കാതെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് കണ്ടെത്താം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രധാനമായി വരുന്നത്. സോ ഇതിന്റെയൊക്കെ റേഷ്യോ എത്രയാണ്? അതാണ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ചിലയിടത്ത് ഡെറ്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും കൂടുതൽ, ചിലയിടത്ത് ഇക്വിറ്റി ആയിരിക്കും കൂടുതൽ. ഇതിന്റെ മിക്സ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഓണേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലൂടെ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്നത്. ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. ഇത് പെർമനന്റ് ആണ്, അതായത് വൈൻഡിങ് അപ്പിൽ മാത്രം ഈ പൈസ തിരിച്ചു കൊടുത്താൽ മതി. കൈൻഡ് ഓഫ് പെർമനന്റ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇടയ്ക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് റിസ്ക് ബെയർ ചെയ്യും. ക്ലിയർ ആണോ? കമ്പനിക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ നഷ്ടങ്ങളും ലൈബിലിറ്റിയും പേ ചെയ്ത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ അവരെ നഷ്ടമാവും, നഷ്ടം അവര് ബെയർ ചെയ്യും. അവർക്ക് അതുപോലെ വോട്ടിംഗ് റൈറ്റും ഉണ്ട്. പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിൽ വോട്ടിംഗ് റൈറ്റും ആർക്കുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹോൾഡേഴ്സിനുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു കോസി ഡെറ്റ് ആണ്, ഒരു ഡെറ്റ് പോലെയാണ്, ഒരു പകുതി ഡെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഡിവിഡൻഡ്, അവരോട് പ്രോമിസ് ചെയ്ത ഡിവിഡൻഡ് അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ ഏറെക്കുറെ ഡെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ അതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഡെറ്റ്, ലോൺ, ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ക്രെഡിറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നതാ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മുടെ ക്രെഡിറ്റേഴ്സാ. ലോൺ ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ക്രെഡിറ്റേഴ്സ്, അവർക്ക് പൈസ നമ്മൾ കൊടുക്കാനുണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കൊടുക്കണം. ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ടാക്സ് ഷീൽഡ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഡെറ്റ് ആണ് കുറച്ചുകൂടെ ചീപ്പസ്റ്റ് ഫോം ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇന്റേണൽ ഇക്വിറ്റി ആണ്. നമ്മളുടെ പ്രോഫിറ്റ് തന്നെ തിരികെ നമ്മൾ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാണ്. ഇഷ്യൂ കോസ്റ്റ് ഒന്നും ഇല്ല. ക്ലിയർ ആണോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇഷ്യൂ കോസ്റ്റ് ഇല്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ ഇത് നമ്മൾ വേറെ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ? ഇൻട്രസ്റ്റോ എന്തെങ്കിലും കിട്ടിയേനെ. വേറെ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും കടം കൊടുക്കുന്നതിന് ഇൻവെസ്റ്റ് ചെയ്ത ഇൻട്രസ്റ്റ് വല്ലതും കിട്ടിയേനെ. ആ ഇൻട്രസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ് സ്വന്തം ബിസിനസ് തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ വേണ്ടാന്ന് വെച്ച ഇൻട്രസ്റ്റ് അത് മാത്രമാണ് ഇവിടെ കോസ്റ്റ് ആയി വരുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമേ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കേസിൽ വരുന്നുള്ളൂ. ഓക്കെ ആണോ? ഇതാണ് കോമ്പണൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്തൊക്കെയായിരിക്കും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരാം, ഡെറ്റ്, ലോണും ഡിബഞ്ചേഴ്സും ഒക്കെ വരാം, റീറ്റെയിൻഡ് ഏർണിങ്സും വരാം. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? അഫക്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യും എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. കാരണം നമുക്കറിയാം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഓരോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓരോ ഡെറ്റിന്റെ ഇക്വിറ്റിയുടെ അതിന്റെ വെയിറ്റിനനുസരിച്ചാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് കൂടുതൽ വെയിറ്റ് വരികയാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിനനുസരിച്ച് മാറും. അപ്പൊ നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് രീതിയിലാണോ അതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്? നമ്മളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഇസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ ഇറ്റ് ഇമ്പാക്ട്സ് ഫേംസ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഫേമിന്റെ വാല്യൂവിനെയും പ്രോഫിറ്റബിലിറ്റിയെയും ഇത് എന്ത് ചെയ്യും? ബാധിക്കും. വാല്യൂവിനെ ബാധിക്കും. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട് ചെയ്യും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ അത് വാല്യൂവിനെ കുറയ്ക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ വാല്യൂവിനെ അത് ഇൻക്രീസ് ചെയ്യിക്കും. അതുപോലെ പ്രോഫിറ്റബിലിറ്റി. ഡിറ്റർമൈൻ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി.
ഫിനാൻഷ്യൽ റിസ്ക് മനസ്സിലാക്കാനും ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയാൽ മതി. കൂടുതൽ നമുക്ക് ഡെറ്റ് ആണ്, കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും വെളിയിലോട്ട്. ഇക്വിറ്റി ആണെങ്കിൽ അത്രയും പൈസ വെളിയിലോട്ട് പോകത്തില്ല. അപ്പൊ എത്രത്തോളം ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, ഡെറ്റ് കൂടുതലാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്, ഡെറ്റ് കുറവാണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കുറവാണ്. ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഏത് രീതിയിലുണ്ട്? ക്ലിയർ ആണോ? കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുവാണെങ്കിൽ കൂടുതൽ ഓണേഴ്സ് വരും. അപ്പൊ കൂടുതൽ ഓണേഴ്സ് വരുമ്പോഴത്തേക്ക് എക്സിസ്റ്റിംഗ് ഓണേഴ്സിന്റെ റൈറ്റ്സ് ഡൈല്യൂട്ടഡ് ആവും. സോ ഈ വക കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യാൻ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയാൽ മതി. നമുക്ക് മനസ്സിലാവും ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് എത്രത്തോളം ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ഏർണിംഗ് പെർ ഷെയർ. ഓരോ ഷെയർ ഹോൾഡേഴ്സും പെർ ഷെയർ എത്ര ഏൺ ചെയ്യുന്നു, ഓണേഴ്സിന് എത്ര കിട്ടുന്നു, അത് ക്യാപിറ്റൽ സ്ട്രക്ചറാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആണോ? ഓണേഴ്സിന് എത്ര കിട്ടുന്നു. നമ്മളുടെ കയ്യിലുള്ള ഏർണിംഗ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റുകളൊക്കെ കൂടുതലായി പോവുകയാണെങ്കിൽ നമ്മളുടെ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടേണ്ട പൈസ കുറയും. അപ്പൊ ഏർണിംഗ് പെർ ഷെയർ അതിനനുസരിച്ച് കുറയും. സോ ആ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് അഫക്ട് ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ആൻഡ് കൺട്രോൾ. ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിനെയും കൺട്രോളിനെയും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബാധിക്കും. ക്ലിയർ ആണോ? കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താണ് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കുറയും. ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നത് കൊണ്ട് കൺട്രോളും കുറയും. കൺട്രോൾ ഡൈല്യൂട്ടഡ് ആവും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ആ തരത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതോ, അതായത് ബെസ്റ്റ് മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, അതിനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബെസ്റ്റ് മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, ഡെറ്റിന്റെ ഇക്വിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് മിക്സ്. ഈ ബെസ്റ്റ് മിക്സ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഈ ഒരു പെർട്ടിക്കുലർ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റിയിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കും, ഫേമിന്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ മാക്സിമം ആയിരിക്കും, റിസ്കിനെ റിട്ടേൺ പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്തിരിക്കും, റിസ്കും റിട്ടേണും പ്രോപ്പറായി ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കും. ക്ലിയർ ആണോ? റിസ്ക് റിട്ടേണും ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ ആണോ? ടൂ മച്ച് ഡെറ്റ് ആയി കഴിഞ്ഞാൽ റിസ്ക് കൂടും, ടൂ മച്ച് ഇക്വിറ്റി ആയി കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. ക്ലിയർ അല്ലേ? ഡെറ്റിന് കോസ്റ്റ് കുറവാ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാ. കൂടുതൽ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാം, പക്ഷെ റിസ്ക് കൂടും. ഇക്വിറ്റിക്ക് എന്തില്ല? റിസ്ക് ഇല്ല, പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ കൂടുതൽ ഇക്വിറ്റി ആക്കി കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. ക്ലിയർ ആണോ? റിസ്ക് കുറയ്ക്കാൻ വേണ്ടി കോസ്റ്റ് കൂടും. അപ്പൊ രണ്ടും ഒരു പാകത്തിന് വരണം. ക്ലിയർ ആണോ? ഒരു പാകത്തിന് വരണം. റിസ്കും റിട്ടേണും ബാലൻസ് ചെയ്ത് നിൽക്കണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കണം, വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കണം, ബെസ്റ്റ് മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി അറ്റൈൻ ചെയ്യണം. അതിനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആകണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട തിയറികളുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട തിയറികളുണ്ട്. നെറ്റ് ഇൻകം അപ്രോച്ച് ഉണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഉണ്ട്, ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച് ഉണ്ട്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടത്. നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് അതിന്റെ കോർ ഐഡിയ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പം മോർ ഡെറ്റ് ഈസ് ഈക്വൽ ടു ലോവർ WACC ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ഫേം. അതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ചിൽ ഇത് ജസ്റ്റ് മടിച്ചു വെച്ചിരിക്കുക, MCQന് ഏറ്റവും വീഴുന്ന ഒരു പോർഷൻ. നെറ്റ് ഇൻകം അപ്രോച്ച് എന്താ പറയുന്നത്? ഡെറ്റ് കൂടുകയാണെങ്കിൽ, ഡെറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ക്ലിയർ ആണോ? ലോവർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു ടാക്സ് ഷീൽഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അങ്ങനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കൂടും. ക്ലിയർ ആണോ? വാല്യൂ ഓഫ് ഫേം കൂടും. അതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസന്റ് അഫക്ട് വാല്യൂ ഓഫ് WACC. അതിൽ പറയുന്ന ഇതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും WCCയെ അഫക്ട് ചെയ്യത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ക്ലിയർ ആണോ? ആ തിയറി പ്രകാരം ഇതാ പറയുന്നത്, വർക്കിംഗ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരിക്കലും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യത്തില്ല. ക്ലിയർ ആണോ? യെസ്. അല്ലെങ്കിൽ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത് മോഡറേറ്റ് ഡെറ്റ് ഈസ് ബെസ്റ്റ്. കുറച്ച് ഡെറ്റ് ഉണ്ടാകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. യു ഷേപ്ഡ് WACC കർവ്. സോ മോഡറേറ്റ് ഡെറ്റ് ആണ് ബെസ്റ്റ്. ട്രഡീഷണൽ അപ്രോച്ചിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്
ഓഫ് ക്യാപിറ്റൽ കർവ് യു ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തതാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്. അതിൽ പറയുന്നത് അണ്ടർ നോ ടാക്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ, രണ്ട് സിറ്റുവേഷൻ പറയുന്നുണ്ട്, ടാക്സ് ഉള്ള സിറ്റുവേഷനും ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് പറയുന്നത് ടാക്സ് ഇല്ലെങ്കിൽ സ്ട്രക്ചർ ഈസ് ഇറിലവന്റ്. ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറിലവന്റ്. ടാക്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡെറ്റിന്റെ മേൽ ടാക്സ് ഡിഡക്ഷനും ഒന്നും കിട്ടത്തില്ല. സോ യാതൊരുവിധ വ്യത്യാസവും ഇല്ല നിങ്ങൾ ഏത് തരത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കിയാലും. സോ അണ്ടർ നോ ടാക്സ് സ്ട്രക്ചർ ഇസ് ഇറിലവന്റ്. ഇനി ടാക്സ് ഉണ്ടെങ്കിൽ ഡെറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. മോർ ഡെറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ വാല്യൂ ടാക്സ് ഷീൽഡ് ഉള്ളതുകൊണ്ട്. അതാണ് മോഡിഗ്ലാനി മില്ലർ പറയുന്നത്. അപ്പൊ മാർക്കറ്റിൽ ടാക്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഇറിലവന്റ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എടുത്താലും അത് മാർക്കറ്റിലെ നിങ്ങളുടെ ഫേമിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യത്തില്ല. ഇനി ടാക്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഡെറ്റ് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫേമിന്റെ വാല്യൂ കൂടും ടാക്സ് ഷീൽഡ് ഉള്ളത് കൊണ്ട്. അതാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്. ഓക്കെ അല്ലേ? ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത് മോഡറേറ്റ് ഡെറ്റ് ആണ് ഏറ്റവും നല്ലത്. കൂടുതൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ തന്നെ കൊണ്ടുവരിക, ഇക്വിറ്റി തന്നെ കൊണ്ടുവരിക. മോഡറേറ്റ് ഡെറ്റ് മതി. യു ഷേപ്ഡ് ആയിരിക്കും WACC കർവ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത് എന്താ? ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്ട് ചെയ്യത്തേയില്ല WACC-നെ. ഓക്കെ ആണോ? അതാ പറയുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത് മോർ ഡെറ്റ് ആണെങ്കിൽ ലോവർ WACC, ഗ്രേറ്റർ വാല്യൂ ഓഫ്. പലതരം തിയറികളാണ്, പലതരം തിയറി. ഓക്കെ ആണോ? ഇതാണ് തിയറീസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിന്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി പോലെ നോക്കിയാൽ മാത്രം മതി. അതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കാര്യം ഒന്നുകൂടെ പറയണോ? ഓക്കെ. അടുത്തത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കീ കോൺസെപ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കീ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഒന്നാമത് പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിക്കാൻ സാധ്യതയുള്ള ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. യൂസിങ് ഡെറ്റ് ടു ഇൻക്രീസ് റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഡെറ്റ് കൂട്ടുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കൂട്ടുന്നു. എന്തിനു വേണ്ടി? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ? ഡെറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമെന്ന് നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ പ്രോഫിറ്റ് കൂടും. ഓക്കെ അല്ലെ? ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് കൂടും, അവരുടെ റിട്ടേൺ കൂടും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൂട്ടുന്നതിന് വേണ്ടി ഡെറ്റ് കൂടുതൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. വർക്ക്സ് വെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഡെറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റിനെക്കാട്ടിലും കൂടുതലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി നിങ്ങൾക്ക് നടത്താം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ ആണോ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഡെറ്റ് ക്യാപിറ്റൽ. നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഡെറ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. എന്തിനു വേണ്ടി? റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? യെസ്. ഹയർ ലെവറേജ് ഈസ് ഈക്വൽ ടു ഹയർ റിസ്ക് ആൻഡ് ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺ. ഹയർ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഹയർ റിട്ടേൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഹയർ ലെവറേജ് ഈസ് ഈക്വൽ ടു ഹയർ റിസ്ക് ആൻഡ് ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺ. അപ്പൊ കൂടുതൽ ഡെറ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റിസ്ക്കും അതുപോലെ കൂടുതൽ റിട്ടേണും കിട്ടാനുള്ള സാധ്യത വരുന്നു. ക്ലിയർ അല്ലേ? സോ ഇൻഡിക്കേറ്റ് ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഡെറ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് കോസ്റ്റ് ഡെറ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ ലെവറേജ് ഈസ് ഈക്വൽ ടു ഹയർ റിസ്ക് ആൻഡ് ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺ. ഡിഗ്രി, എത്ര ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. എബിറ്റ് ഡിവൈഡ് ബൈ EBT. ക്ലിയർ ആണോ? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? ഇതാണ് ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കീ കോൺസെപ്റ്റ്സ്. അടുത്ത കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന്. ഇക്വിറ്റി ഈസ് എക്സ്പെൻസീവ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബന്ധപ്പെട്ട് ഇക്വിറ്റി ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്. ക്യാപിറ്റൽ സോഴ്സ് ഇക്വിറ്റി ആണ്. ഡെറ്റ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഡ്യൂ ടു ടാക്സ് ഷീൽഡ്. ക്ലിയർ ആണോ? പക്ഷെ ഡെറ്റ് കൂടിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. ഓക്കെ ആണോ? എത്ര ഡെറ്റും ഇക്വിറ്റിയും ഉണ്ട് എന്ന് കാണിക്കുന്ന ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇത് പഠിച്ചു വെച്ചിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല
ചോദിക്കാം, അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ടോട്ടൽ ഡെറ്റും ടോട്ടൽ ഇക്വിറ്റിയും തന്നിട്ട്. ക്ലിയർ ആണോ? സാധാരണ പറയുന്ന 2:1 ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഓക്കെ അല്ലെ? 2:1 ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നാണ് പറയുന്നത്. ഫോർ മെനി ഇൻഡസ്ട്രികൾ അനുസരിച്ച് ഈ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഇനിയും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ അല്ലെ? താഴെ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ പൊസിഷൻ, അതായത് സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ മോർ ഡെറ്റ് പോസിബിൾ. നമ്മളുടെ ഓർഗനൈസേഷന് ക്യാഷ് ഫ്ലോ സ്റ്റേബിളാണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ പ്രോപ്പറായി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശ് കാണും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡെറ്റിലൂടെ ഫിനാൻസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഡിഫോൾട്ട് ഒന്നും വരുത്താതെ പേയ്മെന്റ് നടത്താൻ സാധിക്കും. സോ സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ മോർ ഡെറ്റ് ക്യാൻ ബി ഇൻക്ലൂഡ് ഇൻ ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഡെറ്റ് നിങ്ങളുടെ പെർട്ടിക്കുലർ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാക്കാൻ നിങ്ങളുടെ ലെൻഡേഴ്സ്, നിങ്ങളുടെ ക്രെഡിറ്റേഴ്സ് സേഫ് ആയിരിക്കും. കാരണം അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ കവർ ചെയ്യാനുള്ള ഏർണിങ്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിൽ മോർ ഡെറ്റ് ഫേവറബിൾ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിൽ ഡെറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ളത്. ഇക്വിറ്റിനേക്കാളും കൂടുതൽ ഡെറ്റിലൂടെ ഫിനാൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോസ്റ്റ് ഓഫ് ഡെറ്റും ഇക്വിറ്റിയും, കോസ്റ്റ് ഓഫ് ലോവർ ഡെറ്റ് കോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ ഡെറ്റിലൂടെ ഫിനാൻസ് ചെയ്യുക. ഓക്കെ ആണോ? ഫ്ലെക്സിബിലിറ്റി, മോർ ഇക്വിറ്റി മോർ ഫ്യൂച്ചർ ഫ്ലെക്സിബിലിറ്റി. ഇക്വിറ്റിയിലൂടെയാണ് നിങ്ങൾ ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണും. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് ഒന്ന് റെഗുലറായി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് പൈസ റീപേയ്മെന്റ് എപ്പം നടത്തിയാൽ മതി? ബൈൻഡിങ് അപ്പിന്റെ ടൈമിൽ നടത്തിയാൽ മതി. കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ വേണമെങ്കിൽ മോർ ഡെറ്റ് യൂസ് ചെയ്യുക. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടത്തില്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ കൺട്രോൾ കിട്ടും. ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ നടക്കത്തില്ല. മാർക്കറ്റ് കണ്ടീഷൻ, ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഇക്വിറ്റി ഇഷ്യൂ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മാർക്കറ്റിൽ ഷെയറുകളുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷെയർ ഇഷ്യൂ ചെയ്താൽ കൂടുതൽ പൈസ നിങ്ങൾക്ക് സ്വരൂപിക്കാനായിട്ട് സാധിക്കും, ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ. ഇനി ടാക്സ് റേറ്റ്, ഹൈ ടാക്സ് റേറ്റ് ആണെങ്കിൽ ഡെറ്റ് ആയിരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഹൈ ടാക്സ് റേറ്റ് ആണെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ടാക്സ് ഷീൽഡ് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് അത്രയും കാര്യങ്ങൾ ഇൻകം ടാക്സിനകത്ത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, സെബി, RBI, കമ്പനി ആക്ട് റൂൾസ് അനുസരിച്ചും കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യാവുള്ളൂ. അവരുടെ റൂൾസ് മാറിക്കൊണ്ടിരിക്കുന്ന സെബിയുടെയും RBIയുടെയും കമ്പനി ആക്ടിലെ റൂൾസ് അനുസരിച്ചുമായിരിക്കണം ഒരു ഓർഗനൈസേഷൻ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ? താഴെ പറയുന്നതിൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാകുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്, ഡിബഞ്ചർ ഭാഗമാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഭാഗമാണ്, റിസർവ് ആൻഡ് സർപ്ലസ് ഭാഗമല്ല. റിസർവ് ആൻഡ് സർപ്ലസ് എന്താ? ഇന്റേണൽ സോഴ്സ് ആണ്, നോട്ട് പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ ആണോ? റിസർവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ വക മാറ്റി വെക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമല്ല. സർപ്ലസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടുന്ന ഇൻകവും കാര്യങ്ങളുമാണ്. അത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമല്ല. അത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗമാകാം. അണ്ടർ അപ്രോച്ച് ആണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് ആണ് അപ്രോച്ച്. വിത്ത് ടാക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, വിത്തൗട്ട് ടാക്സ് അല്ല, വിത്ത് ടാക്സ്. ദ വാല്യൂ ഓഫ് ഫേം ഈസ് മാക്സിമം വെൻ. എപ്പോഴായിരിക്കും ഫേമിന്റെ വാല്യൂ മാക്സിമം ആകുന്നത്? എപ്പോഴായിരിക്കും? ഇറ്റ് യൂസസ് മാക്സിമം ഡെറ്റ്. ഏറ്റവും കൂടുതൽ ഡെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ മാക്സിമം. കാരണം ടാക്സ് ഷീൽഡ് കിട്ടുന്നത് കൊണ്ട് വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി മാക്സിമം. ടാക്സ് ഉണ്ടെങ്കിൽ. ടാക്സ് ഇല്ലെങ്കിൽ പറയുന്നത് ഇറ്റ് ഡസന്റ് മാറ്റർ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡു നോട്ട് അഫക്ട് ദി വാല്യൂ ഓഫ് ഫേം എന്നാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് പറയുന്നത്. ടാക്സ് ഇല്ലെങ്കിൽ അഫക്ട് ചെയ്യത്തില്ല, ടാക്സ് ഉണ്ടെങ്കിൽ ഡെറ്റ് കൂടുതലായി ഉപയോഗിക്കുക, അങ്ങനെയാണെങ്കിൽ വാല്യൂ കൂട്ടാം. ക്ലിയർ ആണോ? 100% ഇക്വിറ്റി ഉപയോഗിക്കണം ഒരിക്കലും അപ്രോച്ചിൽ ഒരു കേസിലും പറയുന്നില്ല. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഈക്വൽ ആണോ എന്നും പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് യൂസ് ഡെറ്റ് അറ്റ് ഓൾ എന്നും പറയുന്നില്ല. ക്ലിയർ ആണോ? ആൻസർ എന്താണ്? സി ആണ്. ഇറ്റ് യൂസസ് മാക്സിമം ഡെറ്റ്. ടാക്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഡെറ്റ് വഴി ഫിനാൻസ് ചെയ്യുക, ടാക്സ് ഷീൽഡ് കിട്ടുന്നത് കൊണ്ട്. ഡെറ്റ് ഗീവ് ടാക്സ് ഷീൽഡ്, ദാറ്റ് മീൻസ് മോർ വാല്യൂ. ഓക്കെ അല്ലേ? Which theory assume cost of debt is less than cost of equity and uses debt to minimize WACC? ഏത് തിയറി അനുസരിച്ചാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഡെറ്റ് കുറവായിരിക്കും. ക്ലിയർ ആണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കോസ്റ്റ് ഓഫ് ഡെറ്റ് ആ കൂടുതൽ.
കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പൊ ഡെറ്റിലൂടെ ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ WACC കുറയ്ക്കാം, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ വാല്യൂ, ഫേമിന്റെ വാല്യൂ കൂട്ടാം എന്ന് ഏത് തിയറിയാണ് പറയുന്നത്? NI അപ്രോച്ച് ആണ് പറയുന്നത്. NI അപ്രോച്ച് ആണ് പറയുന്നത്. NI അപ്രോച്ച് നമ്മളത് കണ്ടതാണ്, ഒന്നുകൂടെ നോക്കാം. NI അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച്, മോർ ഡെറ്റ്, ലോവർ WACC, ഗ്രേറ്റർ വാല്യൂ ഓഫ് ഫേം. ക്ലിയർ ആണോ? സോ NI അപ്രോച്ച് ആണ് പറയുന്നത്. അപ്പൊ ഓരോ അപ്രോച്ചും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം? ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് അഫക്ട് ചെയ്യുമോ? ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് ഒന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യത്തില്ല. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അഫക്ട് ചെയ്യുമോ? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അഫക്ട് ചെയ്യത്തില്ല. കോസ്റ്റ് ഓഫ് റൈസിംഗ് ഫണ്ട്, ഫണ്ടുകളുടെ പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. ഗുഡ്സ് സോൾഡ്, നിങ്ങൾ വിൽക്കുന്ന ഗുഡ്സിന്റെ നേച്ചർ ഒന്നും നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നിങ്ങൾ ഏത് രീതിയിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനെ അഫക്ട് ചെയ്യത്തില്ല. പക്ഷെ ഫണ്ടിന്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. ക്ലിയർ ആണോ? ഇതാണ് ചില ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സാ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും. ഈ രണ്ട് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അലോങ് വിത്ത് ഇക്വേഷൻസ്. ക്ലിയർ ആണോ? ഒരു